ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നല്ലോണം കൈവച്ച് മിക്സാക്കി എടുക്കാം. അപ്പം ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബന്നിൻ്റെ രൂപത്തിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഈസ്റ്റ് റൈസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പാലിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1 കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാൻ. അതിലാണ് ഈസ്റ്റും പഞ്ചസാരയും ഇട്ടിട്ടൊന്ന് റൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായത്. അപ്പം ഈ ഈസ്റ്റിൻ്റെ മിക്സ് നമുക്ക് ഈ മൈദയിലേക്ക് ഫുള്ളായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ ഇതിൽ കറക്റ്റാണ്. അപ്പോൾ എന്നാലും നിങ്ങൾ എടുക്കുമ്പം ആവശ്യമുള്ള വെള്ളം എടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ മൈദയുടെ അബ്സോർപ്ഷൻ ഓരോന്നിനും ഓരോ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ എടുത്തതൊക്കെ കറക്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ചിട്ട് നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ ആക്കിയെടുക്കുന്ന പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ചോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചോ കവർ ചെയ്തിട്ട് ഇതിന് റൈസ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ ഏകദേശം 1.5 ടേബിൾ സ്പൂണിൻ്റെ അത്രയും ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ അതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം എണ്ണയിൽ. ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഫില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പനീറും അതുപോലെ പൊട്ടാറ്റോയുടെ ഒരു ഫില്ലിങ്ങാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങാണ്. അപ്പം ഇതിലേക്ക് ഞാൻ ഏകദേശം 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ് കുറച്ച് എരിവോടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വട്ടത്തിൽ. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇതിന് ശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് കിട്ടുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇതിനാവശ്യമുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ചെറുതായി ഉള്ളി വാടി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഉള്ളി ഒന്ന് ചെറുതായി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1.5 ടീസ്പൂണിൻ്റെ അത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് 1/2 ടീസ്പൂണിൻ്റെ അത്രയും ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ആദ്യം നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതാക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, വഴറ്റുമ്പോൾ തന്നെ. പക്ഷേ ഞാനിവിടെ ഈ ജീരകം ഇപ്പോഴാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഈ ഒരു ഫില്ലിങ്ങിൽ ജീരകം കുറച്ച് കടിക്കുന്നത് ഇഷ്ടമാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള 2 വലിയ പൊട്ടാറ്റോ ആണ് ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊട്ടാറ്റോ ഇതിൽ കിടന്ന് തന്നെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം നമുക്ക്. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ചെറുതായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ പൊട്ടാറ്റോ. നല്ലോണമൊന്നും ആയി കിട്ടിയിട്ടില്ല, ഒരു ചെറിയൊരു വേവ് ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ വേണം നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം 200 ഗ്രാം പനീറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കൈവച്ച്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം നല്ലോണം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടാറ്റോ ഒക്കെ വെന്ത് കിട്ടും. അതുപോലെ പനീറും നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ മസാലയെല്ലാം പനീറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മിക്സ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സായി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മളുടെ മേത്തി ലീവ്സാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കൈവച്ച് ഒന്ന് നല്ലോണം ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ് അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മേത്തി ലീവ്സ് അവോയ്ഡ് ചെയ്തിട്ട് കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് മേത്തി ലീവ്സിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പനീറിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഫില്ലിങ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം റൈസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് മാവാണ് കേട്ടോ റെഡിയായി കിട്ടിയിട്ടുള്ളത്. കയ്യിൽ കുറച്ചൊരു സ്റ്റിക്കിയൊക്കെ ആയിരിക്കും. ഇനി നമുക്കിത് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. കുറച്ച് ഒരു ലോഗോ പോലെ ആക്കിയിട്ട് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് റൗണ്ട്സ് ആക്കിയിട്ട് എടുക്കാം നമുക്ക്.
നമുക്ക് ഈ ഓരോ ബോളും വലുതായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പം ഒന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് മറ്റേത് കൊണ്ട് പരത്തിയെടുക്കാം. അപ്പം വലുതായിട്ട് ഒരു അങ്ങനെ വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല, നമുക്കൊന്ന് വലുതാക്കിയെടുക്കാം കേട്ടോ. നന്ന നേരിയതായി പോകരുത്, കുറച്ച് തടിപ്പ് വേണം ഇതാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ മാവ് ഇവിടെ നമ്മൾ ഇതാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, വലുതാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബേക്കിംഗ് ഷീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി ഇതുപോലെ തന്നെ വലുതാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ബോളും കൂടി ഇവിടെ വലുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു റൗണ്ട് ഷേപ്പാണ് കൊടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഒരു അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ അകത്തൊരു ജസ്റ്റ് ഒരു റൗണ്ട് വരച്ചു കൊടുക്കാം. അതിന് ശേഷം ഈ ഫില്ലിങ് ആ ഒരു ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ, സ്പേസിലേക്ക്. അപ്പോൾ ഇവിടെ ഞാൻ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള ആ ഒരു മാവിനെ കൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളുടെ കുക്കി കട്ടറിനെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പീസ് ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസും കൂടി നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഈവനിങ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ പീസും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായ എണ്ണയിലിട്ട് നമുക്ക് രണ്ട് സൈഡും ഗോൾഡനായി കിട്ടുന്നവരെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ലോണം ബന്നു പോലെ തന്നെ നല്ലോണം ഒന്ന് റേസായി കിട്ടും നമുക്കിത് എണ്ണയിലിട്ട് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇതിന് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം എണ്ണയൊന്നും കുടിക്കത്തില്ല. ഇത് നമ്മൾ ഈസ്റ്റ് വെച്ച് റേസ് ചെയ്തുകൊണ്ട് തന്നെ എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. എന്താണ് ഇതിനുള്ള പോരായ്മ ഒക്കെ അറിയിക്കാം കേട്ടോ. അപ്പം ഒന്ന് ഞാനിവിടെ ഓപ്പണാക്കി കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം, നല്ല ഒരു സോഫ്റ്റാണ് ഇതിൻ്റെ അകത്ത്. അതുപോലെ ഫില്ലിങ്ങൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമാണ് എൻ്റെ ചാനലിന് വേണ്ടിയിട്ട്. അപ്പം അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.